നമസ്കാരം. ഇന്ന് ഞാൻ സ്വിറ്റ്സർലാൻഡിലെ ബേൺ എന്ന പ്രദേശത്ത് ഇന്റർലാക്കൻ ഏറ്റവും മനോഹരമുള്ള ഒരു പർവ്വതനിരയുടെ താഴ്വാരയിലാണ്. ഐസ് കാണാം, അവിടുത്തെ ഗ്രാമം കാണാം. ഇന്റർലാക്കൻ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നിങ്ങളെ കാണിക്കുന്നത് ഇന്റർലാക്കൻ. എല്ലാം പഴയ കെട്ടിടങ്ങളല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാം പെയിന്റ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചേക്കണം. ഇത് സ്വിറ്റ്സർലാൻഡിന്റെ ഏറ്റവും തിരക്കേറിയ ടൂറിസത്തിന്റെ ഒരു സ്ഥലമാണ് ഇന്റർലാക്കൻ. ഇവിടുത്തെ റിവർ എല്ലാം എന്ത് ശുദ്ധമായ വെള്ളമാണ്, കണ്ണീര് പോലത്തെ വെള്ളം. ഐസും കാണാം, ഐസ് മലയും കാണാം നിങ്ങൾക്ക്. ഇന്റർലാക്കൻ ഇനി കാണാൻ പോണത് നിങ്ങൾ ഐസ്ലാൻഡാണ്. ഒരു മല മുഴുവൻ ഐസാണ്. ഞങ്ങൾ ഇവിടെ നിന്നൊരു കാപ്പ് കുടിച്ചിട്ട് അങ്ങോട്ട് പോകും. മുഴുവൻ ഐസാണ്. ഇന്റർലാക്കൻ എന്ന് പറയും. ഇന്റർലാക്കൻ ഇത്ര മനോഹരമായ സ്ഥലമാണെന്ന് നോക്കിയാൽ. നമുക്കും ടൂറിസവും ഒക്കെ നമ്മുടെ കൾച്ചറൊന്നും മാറിയാൽ, വേസ്റ്റ് ഒന്നും ഇടാണ്ട് മനോഹരമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കും ഇതുപോലെ കേരളം ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ കൈക്കൂലി മാറ്റണം. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനധികൃത കയ്യേറ്റങ്ങൾ, ഇലീഗൽ എൻക്രോച്ച്മെന്റ് ഒക്കെ കളഞ്ഞാൽ അടിപൊളി. വേഗം ഐസ്. ഇന്റർലാക്കനിലെ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ കാപ്പുടിക്കാൻ കയറിയേക്കാണ്. ഇവിടെ 5 സ്റ്റാറിലൊക്കെ കയറിയ ട്രൗസർ കീറും. വേണ്ട ഐസ് മല വേണ്ട. ഐസ് മലയാണ് ഇന്റർലാക്കൻ. ഒരു ഹോട്ടലിന്റെ സൺഷെയ്ഡ് ഇത്തിരി വീതിയിലെടുത്തിട്ട് മുഴുവൻ ഇങ്ങനെ കൊഫ്റ്റീരിയകൾ വെച്ചേക്കുവാണ്. ആരോ മലയാളീസ്? വാട്ട്സ് യുവർ നെയിം? മേരിക്കുട്ടി. മറിയാമ്മ എന്ന് പറയും. വാട്ട്സ് യുവർ നെയിം? ഫ്രം എവിടെ കണ്ടിട്ടുണ്ടല്ലോ കിളവിനെ? പിടിച്ചോട്ടിരിക്കോളെ. ഞങ്ങളൊരു തമാശ. ഓക്കെ, ഭയങ്കര രസോട്ടാ. ഇത് വേണ്ട ഐസ് മല വേണ്ട. ഇത് വേണ്ട. ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കണം. മേരിക്കുട്ടി എത്ര കൊല്ലം ഇവിടെ? 40 വർഷം. 43 വർഷം ഞാൻ അറിഞ്ഞിരുന്നു. ചങ്ങനാശ്ശേരി കൊട്ടാരക്കരക്ക് കല്യാണം കഴിച്ചു. നമുക്കൊരു ഇന്റർവ്യൂ ഉടൻ പ്രതീക്ഷിക്കാം മേരിക്കുട്ടി. ദാറ്റ്സ് ഓക്കേ. ആ ഇതെവിടുന്നാ വന്നെ? പാരച്യൂട്ട് വരുന്ന എവിടുന്ന്? ഇതിന് ചുറ്റും ഒരു ചെറിയ റിവർ, ഒരു ആറ്, നദി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആറ് ഒഴുകുണ്ട് ഇതിന്റെ ചുറ്റുമായിട്ട്. ഞാനിപ്പോൾ ഒരു റൗണ്ട് അടിച്ചു വന്നു. കണ്ട, ഈ മലയുടെ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇന്റർലാക്കൻ, സ്വിറ്റ്സർലാൻഡ്. ഇനി ആ പുഴയുടെ വൃത്തി ഞാൻ കാണിച്ചു തരാം കേട്ടാ. ആ പുഴയുടെ വൃത്തി ഞാൻ കാണിച്ചു തരാം. വേണ്ട, കണ്ണീര് പോലെ നീല തടാകം എന്നൊക്കെ പറയില്ലേ, ഇതല്ല. കണ്ണീര് പോലെ ഒഴുകണ വെള്ളം. വേണ്ട, കണ്ട അല്ല, കണ്ണീര് പോലെയാണ് ഈ പുഴ പോണം. നമ്മുടെ എറണാകുളത്തെ കൊട്ടയത്തോട്, പാരന്റത്തോട്ടിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ മേയറായാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി,
ഏത് MLA MP ആയാലും ശരി, പാരണ്ടൂർ കൊട്ടേക്കനൽ മുതലായ തോട്ടിലൊക്കെ വീണ, മുല്ലശ്ശേരി കനലിലൊക്കെ വീണ ആശുപത്രി പോലും എടുക്കില്ല. ദിസ് ഈസ് സ്വിറ്റ്സർലാൻഡ് ബേണിലുള്ള ഇന്റർലാക്കൻ. ഇവിടുത്തെ ആൾക്കാർ ഇത് വളരെ വൃത്തിയായിട്ട് ചവറൊന്നുകൂടാതെ ഇവിടുത്തെ ജനങ്ങളാണ് ഈ സ്വിറ്റ്സർലൻഡിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നത്. വൃത്തിയും മനോഹരവുമായി വളരെ ലോ ഒബീഡിയൻ്റ് ആയിട്ട് നിയമങ്ങളെല്ലാം പാലിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കൃത്യമായി നികുതി കൊടുത്ത്. ഇവിടുത്തെ ജനങ്ങൾക്കാണ് ഇതിൻ്റെ അവാർഡ് കൊടുക്കേണ്ടത്. ഇവിടുത്തെ ജനങ്ങൾ, ദൈവം നമുക്ക് സുന്ദരമായ ഒരു രാജ്യം തരുന്നു, അത് വൃത്തിയായി പാറമടക്കാരും ഹോട്ടൽ ലോബീസ് എല്ലാം കടലും കായലും എല്ലാം കയ്യേറി വലിയ വലിയ മുതലാളിമാർ വെള്ളച്ചാട്ടവും എല്ലാം കയ്യേറുകയാണ്. അപ്പം അതേ സ്ഥാനത്ത് ഇവിടെ കൃഷിയിടം പോലും ഗവൺമെൻറ്റിൻ്റെയാണ്. നമ്മൾ പാട്ടത്തിനെടുത്തിട്ട് വാടകയ്ക്കെടുത്ത് നടത്തണം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പക്ഷെ മലയാളിക്ക് രാഷ്ട്രീയം കഴിഞ്ഞിട്ട്, വർഗീയത കഴിഞ്ഞിട്ട് എവിടെ നേരമുണ്ട്? പിന്നെ കളവ് കഴിഞ്ഞിട്ട് രാത്രിയും പാതിരാത്രിയും നേരം വെളുക്കോളം കളവ്. ഇതുണ്ട്, ഞങ്ങളിങ്ങനെ ഒരു ഐസ് മലയുടെ അവിടെയാണ് വന്നിരിക്കുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ഇങ്ങനെ ഇത്രയും മനോഹരമായി സൂക്ഷിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടവും കൃത്യമായ നിയമവും കൈക്കൂലിയില്ലാത്ത ഭരണവും ജനങ്ങൾ അനുസരണയുള്ള നിയമം പാലിക്കുന്ന സെൽഫ് റെസ്പെക്റ്റ് ആയിട്ടുള്ള, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ കൂടുതൽ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സ്. ഓക്കെ, ഇത്രയും മതി. താങ്ക് യു. കുരു പൊട്ടൂന്നറിയാം അന്തം കമ്മികൾക്ക്, എന്നാലും പൊട്ടട്ടെ, അങ്ങോട്ട് പൊട്ടി ഒലിക്കട്ടെ. നമ്മുടെ അവിടെ എന്തൊക്കെയാണ് PV അൻവർ DGP കള്ളനാണെന്ന് പറയും. ഇതിനൊക്കെയല്ലേ നമുക്ക് നേരം. സ്വിമ്മിംഗ് പൂളും പുഴയുടെയും കളർ ഒരു പാളയാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു.